ഒരു വലിയൊരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ്. 19 കൊല്ലം മുമ്പ് തുടങ്ങിയ ഈ സ്ഥാപനം 32 കൊല്ലം മുമ്പ് തുടങ്ങിയ വിനീതന്റെ ദറസ് 12 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അത് ഈ സ്ഥാപനമായി രൂപാന്തരപ്പെട്ടു. മഅ്ദിനു സഖാഫത്തുൽ ഇസ്ലാമിയ. ഇവിടെ നിന്ന് 2 വർഷം മുമ്പ് മുതവ്വൽ കോഴ്സ് അത് പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാഹ് ഒട്ടുമിക്ക പേരും വിവിധ മേഖലകളിൽ ദർസുകളായി നടത്തി വരുന്നു. അൽഹംദുലില്ലാഹ് ധാരാളം കുട്ടികൾ 10, 40, 50 കുട്ടികളുള്ള കുറെ ദർസുകളായി. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ധാരാളം ആളുകൾ ദർസ് നടത്തുന്നവര്. മലേഷ്യയിൽ മഅ്ദിന്റെ സന്തതികൾ ദർസ് നടത്തുന്നവർ 4 പേരുണ്ട്. ബഷീർ, അതുപോലെ തന്നെ ഷഫീഖുർ റഹ്മാൻ, ഖാസിം, അബ്ദുൽ ഹക്കീം, അതുപോലെ തന്നെ ഇപ്പോൾ ഹോങ്കോങ്ങില്, അതുപോലെ തായ്ലൻഡില്, അതുപോലെ ഇന്തോനേഷ്യയില്, വിവിധ രാജ്യങ്ങളില് മഅ്ദിൻ സന്തതികൾ ഇന്തോനേഷ്യയില് വിവിധ യൂണിവേഴ്സിറ്റികൾ ക്ലാസ് നടത്തിയ സമയത്ത് അവിടുത്തെ വൈസ് ചാൻസലർമാർ വരെ അവിടെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് അൽഹംദുലില്ലാഹ് വളർന്നത്. അതിന് അവർക്കൊരു സനദ് പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. അത് ഇതുപോലുള്ളൊരു അനുഗ്രഹീത വേദിയിൽ ഏറ്റവും വലിയ നേതൃത്വത്തിന്റെ അനുഗ്രഹീത നാക്കുകളിൽ നിന്ന്, ഷറഫാക്കപ്പെട്ട നാക്കിൽ നിന്ന് വരണമെന്നൊരു നിർബന്ധം ഈ സ്ഥാപനത്തിന്റെ തുടക്കം തൊട്ട് ഇന്നേ വരെ എല്ലാ സമയത്തും നിന്ന അനുഗ്രഹീത നേതൃത്വമാണ്. ഞാൻ ഗണ്യരായ ഗുരുവിന്റെ തുല്യം സ്നേഹിക്കുന്നവരാണ്. ഈ സ്ഥാപനത്തിന്റെ ഏത് പ്രതിസന്ധിയും മഹാനവറുകളുടെ വാക്കുകൾ കൊണ്ട് മോചനം രക്ഷ ലഭിച്ചതാണ്. മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് ഹഫിളഹുല്ലാഹ് വറഅ അത് പ്രഖ്യാപിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി മഅ്ദിൻ സന്തതികൾ വിളിക്കുന്ന സമയത്ത് ആ പേരിലായിരിക്കണം ചേർത്ത് വിളിക്കേണ്ടത്. മഅ്ദിൻ മുതവ്വൽ കോഴ്സ് പൂർത്തീകരിക്കുന്ന 2 കൊല്ലത്തെ പഠനത്തിന് അൽഹംദുലില്ലാഹ് മഹാനായ പൊന്മുള ഉസ്താദ്, മന്നപ്പറ്റ ഹംസ ഉസ്താദ് പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഗോളശാസ്ത്രത്തിൽ നല്ല അവഗാഹം നേടിയവര്, അതുപോലെ എല്ലാ ഫുനൂനുകളിലും കഴിവുകൾ നേടി, അവർക്ക് ബഹുഭാഷാ പാണ്ഡിത്യം നേടി, അതിൽ സ്പാനിഷ് സംസാരിക്കുന്നവര്, ഫ്രഞ്ച്, അതുപോലെ അറബി, ഇംഗ്ലീഷ്, ഉറുദു എല്ലാം ഫ്ലുവന്റായി സംസാരിക്കുന്നവര്, എല്ലാ കഴിവുകളും ഒത്തൊരുമിച്ച ഒരു പ്രഗത്ഭ നിരയാണ് സമൂഹത്തിന് ഇറക്കുന്നതിനെ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. മഹാനായ റഈസുൽ ഉലമ അവർക്ക് പേര് വിളിക്കുന്നു. അത് എല്ലാവരും ശ്രദ്ധിക്കുകയും ഇനി ആ പേരിൽ അവരെ വിളിക്കുകയും ചെയ്യുക. കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇവിടുന്ന് ഫാരിഗായ ആലിമീങ്ങൾക്ക് പേരിടുന്നത് ഫാദിൽ അദനി എന്ന പേരാണ്. അദന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബിരുദം വാങ്ങുന്ന ആലിമീങ്ങൾക്ക് അല്ലാഹു തആല എല്ലാ അനുഗ്രഹവും ചെയ്തു കൊടുക്കട്ടെ. നല്ല പൂർണ്ണമായ ദർസും ദീനിയായ തബ്ലീഗിനുള്ള എല്ലാ നിലപാടും അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഈ സ്ഥാപനത്തിൽ ഫാദിൽ അദ്നി എന്ന പേരിൽ ഇനിയും ഒരുപാട് ആൾ ഇറങ്ങട്ടെ. എന്നും ഈ സ്ഥാപനം ഇവിടെ ഇസ്ലാമിന് വേണ്ടിയായി ഈ വെളിച്ചം കത്തി ഇവിടെ നിൽക്കട്ടെ. മഹാനായ തങ്ങളുടെ ഈ നാരിയ സലാത്ത് എന്നൊരു സലാത്ത് നഗറാണുള്ളതിന്റെ പേര്. ഈ നാരിയ സലാത്ത് പഴയ കാലത്ത് തന്നെ എല്ലാവരും ചെല്ലുന്ന സലാത്ത് തന്നെയാണ്. എൻ്റെ ചെറുപ്പത്തിൽ കുട്ടിയിൽ ചെറുപ്പാപ്പ അറിഞ്ഞൊരു മോലിയറിൻ്റെ എൻ്റെ ഉസ്താദ് എനിക്ക് ചെറിയ കിതാബൊക്കെ പഠിച്ചു. അപ്പോൾ അവരെ അടുത്ത് ഞങ്ങളന്ന് സഞ്ചാന ഓതണം. ഒരിടത്ത് ഒരു ആദ്യർ വന്നിട്ടൊരു കാര്യസാധിപ്പിന് പറഞ്ഞപ്പോൾ നാരിയ സലാത്തി ഇല്ല, 4444 സലാത്തി എല്ലിച്ച് അറിഞ്ഞാണ്ട് ഞങ്ങൾക്കൊക്കെ ഓരോരോ കുറിപ്പ് ചെയ്ത് തന്ന ആ സലാത്ത്. അന്ന് നാരിയ സലാത്തി ഞങ്ങൾക്ക് അറിയില്ല, കുറിപ്പ് ചെയ്തപ്പോൾ അന്ന് തന്നെ വലിയ സാരിയങ്ങളൊക്കെ നാരിയ സലാത്തിന് വലിയൊരു കാര്യമായിട്ട് തങ്ങൾ പാപ്പ വെല്ലൂർ നിൽക്കുന്ന കാലത്ത് തന്നെ ഈ സലാത്തുമായിട്ട് ഷുഗലാകുന്ന ആളാണെന്ന് ഞാൻ കേട്ടിക്കണേ. ഞാൻ വെല്ലൂർ പോയിട്ടില്ലെങ്കിലും തങ്ങൾ അന്ന് തന്നെ ഈ സലാത്തിൻ്റെ മഹിബാണ്. അതുകൊണ്ട് ആ സലാത്തിൻ്റെ ഹൽക്ക അന്നും അവിടെ വെക്കലുണ്ട്. തങ്ങളെ സലാത്തിൻ്റെ ഫലം ആയിട്ട് അവിടുന്നും വലിയ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ സലാത്ത് തങ്ങളന്ന് ചെറുപ്പം മുതൽക്ക് ഈ സലാത്തിൽ കൂടിയ ആളാണ്. അപ്പൊ ഈ സലാത്തിന്റെ റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് എന്നുള്ളത് മാത്രമാണ് ഇപ്പത്. ഇതുകൊണ്ട് ഒരു സമ്പാദ്യം ഉണ്ടാക്കിയ
അപ്പോൾ ഏത് നമ്മൾ സുൽത്താനുൽമ പറഞ്ഞ മാതിരി ഇതുകൊണ്ട് പൈസ വാരി കൂട്ടുക എന്നുള്ളതോ അത് ലക്ഷ്യമല്ല. പൈസ തന്നാലെ വരും, അമ്മായിരിക്കാർക്ക് വരും, കാര്യങ്ങൾ സാധിക്കും. അത് അതിൻ്റെ ഫദിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേറ്റ് ഒരാൾ തമസ്സുക്ക് ചെയ്താൽ അപ്പോൾ അത് എല്ലാ നിലക്കും ഖൈർ തന്നെ വരിക. റസൂലെല്ലാം പഠിപ്പിച്ച ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് തങ്ങളുടെ സ്ഥാപനം എന്നു നിലക്കട്ടെ. ആമീൻ 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 ആമീൻ. ഉസ്താദിന് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസോടെ ദീർഘകാലം ഈ സമൂഹത്തിന് സമുദായത്തിന് നേതൃത്വം നൽകാൻ 10,000-കണക്കിന് ആലിമീങ്ങള്, അഹ്സനികളായ ബിരുദധാരികൾ ലോകത്തിന്റെ നാനാഭാഗത്ത് അല്ലാഹു തആല ഉസ്താദിന് ദീർഘായുസ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല തണൽ ദീർഘകാലം ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി മഅദിന്റെ സന്തതികളെ മുഴുവനും വിളിക്കേണ്ടത് അഹ്മദ് ഫാദിൽ അദനി, അതുപോലെ തന്നെ സമീർ ഫാദിൽ അദനി, അൻവർ സാദാത്ത് ഫാദിൽ അദനി എന്ന പേരിൽ. അത് ജന്നാത്തു അദിൻ ഖുർആൻ പറഞ്ഞതാണല്ലോ. മഅദിൻ എന്ന സ്ഥാപനത്തിന്റെ അദിൽ നിന്നാണല്ലോ മുസ്തഖ് മിൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ ഔലിയാക്കളെ ഹക്കുകൊണ്ട് ഇസ്സത്തിലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് മഅദിന്റെ ഇക്കൊല്ലം ഫാരിഗായ വിദ്യാർത്ഥികൾ കടലുണ്ടിയിൽ അൽഹംദുലില്ലാഹ് അഹ്മദ് ഫാദിൽ അദനി 40ഓളം വിദ്യാർത്ഥികളുമായി ദർസ് നടത്തുന്നു. അതുപോലെ മൻസൂർ ഫാദിൽ അദനി അവിടെ തന്നെ മുദരിസായി സേവനം ചെയ്യുന്നു. അതുപോലെ തന്നെ നാടിന്റെ നാനാദിക്കുകളിൽ പാണ്ടിക്കാട് 60 കുട്ടികളുമായി അൽഹംദുലില്ലാഹ് മഅദിൻ ഫാദിൽ അദനിമാര് സേവനം ചെയ്യുന്നു. അഷ്റഫ് ഫാദിൽ അദനി, അതുപോലെ തന്നെ മുർഷിദ് ഫാദിൽ അദനി. അങ്ങനെ അല്ലാഹു തആല ബർക്കത്തുള്ളവരായി ലോകോത്തര നിലവാരമുള്ള പണ്ഡിതന്മാരായി സമൂഹത്തിന് നേതൃത്വം നൽകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവർക്ക് എല്ലാവിധ കഴിവുകളും നീ നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നീ നൽകണേ.